KSU പ്രവർത്തകരെ തല്ലിയ കേസ് അതിലെന്താണ് സർക്കാർ നിലപാട് എന്നുകൂടി പരിശോധിക്കാം. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ തീരുമാനമെടുക്കാൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അടുത്തയാഴ്ച ചേരും. DGP റവാഡ ചന്ദ്രശേഖറിന്റെ നിലപാടും ഗൺമാൻമാരുടെ മർദ്ദനക്കേസും സ്ഥാനക്കയറ്റത്തിൽ നിർണായകമാകും. DGPയുടെ റിപ്പോർട്ട് വൈകിയാൽ MR അജിത് കുമാറിന് DGP പദവി ലഭിക്കും. എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് അറിയിച്ചാൽ സ്ഥാനക്കയറ്റം തടയാനാകും. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് AD തോമസ് MLA. റോഷിബാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിബാൽ, ഇന്ന് നടപടി ഉണ്ടാകും, നാളെ നടപടി ഉണ്ടാകുമെന്ന് കരുതിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ADGPക്ക് ഈ സർക്കാരിലും രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ള വിവാദം ആളിക്കത്തുന്നു. അപ്പോഴും നടപടിയിലേക്ക് എത്തുന്നില്ല. ഈ മാസം അവസാനം അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് പരിഗണിക്കുന്നതിന് മുൻപെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവരെ ഞങ്ങൾ മറക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി, സർക്കാർ ഈ വിഷയത്തിൽ ആ കേസിന്റെ കേസ് ഡയറി വരെ തിരുത്തി എന്നുള്ള ആരോപണ വിധേയനായിട്ടുള്ള ഒരു ADGPക്കെതിരെ എന്ത് നിലപാടെടുക്കുന്നു, എന്ത് നടപടി? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. റോഷി, നവകേരള യാത്രയിൽ ഗൺമാൻമാർ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ADGP നേരിട്ട് ഇടപെട്ടു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ആ റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ SITയോട് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തത വരുത്തുന്ന മറുപടി ലഭിച്ചാൽ തൊട്ടുപിന്നാലെ തന്നെ നടപടിയെടുക്കും എന്നടക്കമാണ് പറയുന്നത്. അതേസമയം നടപടി വൈകുന്നതിൽ കോൺഗ്രസിലടക്കം യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ അസംതൃപ്തിയുണ്ട്. അതിനിടയിലാണ് ADGP MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കാൻ പോകുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ആ യോഗം നടക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹോം സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും അംഗമാണ്. ഒരുപക്ഷെ അതിൽ ഒരാളെ കൂടെ ഉൾപ്പെടുത്താൻ കഴിയും ആ കമ്മിറ്റിയിൽ. ഏതായാലും അതിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാടാണ് നിർണായകമാവുക. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച് നടപടിയെടുത്താൽ സ്വാഭാവികമായും MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. നേരെ മറിച്ച് നടപടിയെടുത്തില്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ MR അജിത് കുമാർ DGP പദവിയിലേക്ക് എത്തിച്ചേരും. നിലവിലുള്ള DGP പദവി ഒഴിയുന്നത് ഈ മാസം 30-നാണ്. അതുകൊണ്ട് 28-നകം തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിച്ചാൽ വേണമെങ്കിൽ ഈ പ്രൊമോഷൻ, സ്ഥാനക്കയറ്റം തടയാനും കഴിയും. അവിടെയും DGP റവാഡ ചന്ദ്രശേഖറിന്റെ നിലപാടാണ് നിർണായകമാവുക. ഏതായാലും വൈകാതെ തന്നെ SITയുടെ റിപ്പോർട്ട് ലഭിക്കുകയും അത് സംബന്ധിച്ച് ഹോം സെക്രട്ടറിക്ക് നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും എന്നാണ് DGPയുടെ ഓഫീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിന് തൊട്ടുപിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രി ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാതിരിക്കുക. ഏതായാലും ഇത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. അവർ ആ കാര്യം അറിയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ അറിയിക്കാനൊക്കെ തയ്യാറെടുക്കുകയുമാണ്. കാരണം നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നതെങ്കിൽ സർക്കാരിന് അക്കാര്യത്തിൽ കഴിയുന്ന മറുപടി കൃത്യമായി പഴുതടച്ച അന്വേഷണ റിപ്പോർട്ടാണ് വേണ്ടത്. അല്ലാതെ വ്യക്തതയില്ലാത്ത റിപ്പോർട്ട് വെച്ച് നടപടിയെടുത്താൽ കോടതിയെ സമീപിക്കും MR അജിത് കുമാർ. അങ്ങനെ സമീപിച്ചാൽ അത് സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം MR അജിത് കുമാറിനെതിരെയുള്ള നടപടി അത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ആശങ്ക കൂടിയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തത വരുത്താൻ DGPയെ പ്രേരിപ്പിച്ചത്. ശരി, റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.